എന്തായാലും ഇന്നലെ തൊട്ട് ഒരുപാട് പേര് എനിക്ക് കോള് വന്നതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പേഴ്സണൽ മെസ്സേജസും ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കാസർഗോഡിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന പോലെ ഫുഡിന്റെ വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ചിന്നു പാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള രേഷ്മ എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ അറിയുന്ന ഈ വിഷയങ്ങൾ അറിയുന്ന കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജസ് അയച്ചിട്ട് ഇങ്ങനെയാണ് കാര്യം അങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇത്, നമ്മൾ അവിടുന്ന് ഇവിടുന്നും ഇവിടെ കാസർഗോഡുകാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിനോലു ഇങ്ങനെ വന്നിനോലു അങ്ങനെയോലു ഈ ഓലു കേട്ടിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വിവരങ്ങൾ കാര്യങ്ങൾ വരും എന്നുള്ള ഉറപ്പുണ്ടായത് കൊണ്ടാണ് ഇന്നേക്ക് ഈ ഒരു വീഡിയോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ് ഈ പറയുന്ന ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മ. ചിന്നുവിനെയാണെന്നുണ്ടെങ്കിലും ചിന്നു കല്യാണം കഴിച്ച ആളെയാണെന്നുണ്ടെങ്കിലും വെരി 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 പേഴ്സണലി എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അറിയുന്ന നല്ല മക്കളാണ്, പിന്നെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത കേട്ട സമയത്ത് ഞാനടക്കം ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഈ ഒരു കുട്ടി, ഈ ചിന്നു എന്ന് പറയുന്ന കുട്ടി ചിന്നുടെ ഹസ്ബൻഡാണ്, എക്സ് ഹസ്ബൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. ചിന്നു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള, എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു ആളാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യില്ല എന്നൊന്നുമില്ല. ഞാൻ കുറെ പേര് സംസാരിച്ചു, അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നുമില്ല. ആത്മഹത്യക്ക് ബോൾഡ് ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ സാഡ് ആയിട്ടിരിക്കുന്നവർ മാത്രമേ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സന്ദർഭം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നലെ മരിച്ച ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അപ്ഡേറ്റ്സ് ജസ്റ്റ് വന്നിട്ടുണ്ട്.